നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്ര റിപ്പോർട്ടുകൾ കാണാം. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. 7 ജില്ലകളിൽ മറ്റന്നാൾ വിധിയെഴുത്ത്. പഞ്ചായത്തിലോട്ട് കോ-സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തുക. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകളിൽ ഉൾപ്പെടെ 1 മാസം നീണ്ട വാശിയേറിയ പ്രചാരണത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. വികസനം മുഖ്യ ചർച്ചയായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാംഘട്ട വോട്ടെടുപ്പിന്റെ വാശിയേറിയ പ്രചാരണത്തിന് സമാപനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. പലയിടത്തായി പല കേന്ദ്രങ്ങളിൽ ആവേശത്തോടെ പ്രചാരണം കൊട്ടിക്കലാശിച്ചു. 1995 മുതൽ ഇടതുപക്ഷം ഭരിക്കുന്ന തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കാൻ UDF സംസ്ഥാന നേതാക്കൾ നേരിട്ട് പ്രചാരണം നയിക്കുന്ന തിരുവനന്തപുരത്ത് ഇക്കുറി ജയിച്ചു തീരുവെന്ന വാശിയിലാണ് BJP. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ മത്സരം ഇത്തവണ പതിവിന് വിപരീതമായി അത്യന്തം വാശിയേറിയതാണ്. സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും പലയിടത്തായി കലാശക്കൊട്ടിന് ഒത്തുകൂടി. പ്രചാരണത്തിന്റെ അവസാന ദിവസം കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും സ്ഥാനാർത്ഥികൾ വാഹന പ്രചാരണം നടത്തി. ഗ്രാമീണ മേഖലകളിൽ കാൽനട പ്രകടനങ്ങൾ. അവസാന ദിവസം മുതിർന്ന നേതാക്കളെ പങ്കെടുപ്പിച്ചുള്ള പ്രചാരണത്തിൽ മുക്കിലും മൂലയിലും തിരഞ്ഞെടുപ്പ് ആവേശം. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലും കൊച്ചി കോർപ്പറേഷനിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് LDF-ഉം UDF-ഉം. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള അഭിമാന പോരാട്ടമാണ് കോട്ടയത്ത്. LDF-നുള്ള കുത്തക ആലപ്പുഴയിൽ അവസാനിപ്പിക്കുകയാണ് UDF ലക്ഷ്യമിടുന്നത്. 7 ജില്ലകളിലെ 471 ഗ്രാമപഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 39 നഗരസഭ, 3 കോർപ്പറേഷൻ, 1,32,00,000-ലേറെ പേർ ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. വ്യാഴാഴ്ചയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഹകരണത്തെ ചൊല്ലി വാക്പോര് തുടർന്ന നേതാക്കൾ. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂടിക്കാഴ്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ആവശ്യപ്രകാരമായിരുന്നുവെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ CPIM ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാണിച്ചായിരുന്നു UDF നേതാക്കളുടെ പ്രതിരോധം. ജമാഅത്തെ ഇസ്ലാമിയുമായി CPIM സഹകരിച്ചിട്ടുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം പൂർണ്ണമായി നിഷേധിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി AKG സെന്ററിൽ കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രി സമ്മതിച്ചു. ചർച്ച നടത്തിയത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ ആവശ്യപ്രകാരമെന്നും അവർ പ്രശ്നക്കാരാണെന്ന് അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഞങ്ങളെ കാണണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധര്. അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ. LDF-ന് ബന്ധം ജമാഅത്തെ ഇസ്ലാമിയുമായി നേരിട്ടെന്നും എന്നാൽ UDF-ന് വെൽഫെയർ പാർട്ടിയാണ് പിന്തുണ പ്രഖ്യാപിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇവർക്ക് ബന്ധമുണ്ട്. പിന്നെ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരം, ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ വർഗീയം. അതെവിടുത്തെ പരിപാടിയാണ്? അന്ന് ജമാഅത്ത് ഇസ്ലാമിയ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ്. CPIM വൈത്താരി പോലെ ഒരേ ആയുധം ഉപയോഗിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വായ്ത്താരി പോയ ഒരേ ആയുധം എടുത്തു വീശിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പതിറ്റാണ്ടുകളായ കൂട്ടുകാരാണ് അവർ. മലപ്പുറത്ത് ഇപ്പോഴും പലയിടങ്ങളിൽ CPIM ജമാഅത്തെ ഇസ്ലാമി ബന്ധമുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അവരുടെ അഭ്യർത്ഥന പ്രകാരമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തിന് എതിരെ ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി ഷിഹാബ് പൂക്കൂട്ടൂർ. CPIM ചോദിച്ചത് വോട്ടാണ്, അത് നൽകുകയും ചെയ്തു. അത് നിഷേധിക്കുന്നത് പച്ചക്കള്ളമാണ്. CPIM-ൽ നിന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിരുന്നില്ല കൂടിക്കാഴ്ച. അങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും ഷിഹാബ് പൂക്കൂട്ടൂർ വ്യക്തമാക്കി.
പാർലമെന്റിലെ UDF എംപിമാരുടെ പ്രകടനം സംബന്ധിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പരസ്യ സംവാദത്തിനുള്ള വെല്ലുവിളി ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമയവും തീയതിയും അറിയിച്ചാൽ മതിയെന്നാണ് കോഴിക്കോട് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി തയ്യാറെങ്കിൽ നാളെ തന്നെ സംവാദം നടത്താമെന്ന് KC വേണുഗോപാലും പിന്നീട് പ്രതികരിച്ചു. കേരളത്തിന്റെ വികസന വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിൽ UDF എംപിമാർ പരാജയപ്പെട്ടുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് വാക്പോരിന് തുടക്കമിട്ടത്. എന്നാലേ മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ബഹുമാനപൂർവ്വം വെല്ലുവിളിക്കുകയാണ്. പാർലമെൻറ്റ് നടപടികളുടെ ഒരു സംക്ഷിപ്ത രൂപം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ കൊടുക്കാം. പാർലമെൻറ്റിൽ ഉന്നയിക്കുന്ന 0 അവർ, പാർലമെൻറ്റിൽ ഉന്നയിക്കുന്ന ക്വസ്റ്റ്യനുകൾ, ചോദ്യങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ UDF എംപിമാർ പിന്നോക്കം നിന്നു മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങൾ പരസ്യമായിട്ട് മാപ്പൂരാൻ തയ്യാറാണ്. തീർച്ചയായും സ്ഥലവും സമയവും നിശ്ചയിച്ചാൽ മതി. കേരളത്തിലെ എംപിമാരുടെ പ്രവർത്തനത്തെ പറ്റി അറിയില്ലേ അദ്ദേഹത്തിന്? ഞാനല്ല ഡേറ്റ് നിശ്ചയിക്കേണ്ടത്. ഞാൻ ഡേറ്റ് നിശ്ചയിച്ച് നാളെ ആയാലും ഞാൻ തയ്യാറാണ്. മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത്, മുഖ്യമന്ത്രി പറയുന്ന സമയത്ത് സംവാദം തയ്യാറാണ്. അത് നാളെ ആയാൽ പോലും തയ്യാറാണ്. സുപ്രധാന വിധി നാളെ. നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി. 7.5 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. ദിലീപ് ഉൾപ്പെടെ മുഴുവൻ പ്രതികളും നാളെ വിചാരണ കോടതിയിൽ ഹാജരാകും. നീതിക്കു വേണ്ടി അതിജീവിതം നടത്തിയ ഐതിഹാസിക പോരാട്ടം ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്. 7.5 വർഷത്തെ വിചാരണക്കൊടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. കേസിലാകെ 10 പ്രതികൾ. ബലാത്സംഗ കൊട്ടേഷന് ഗൂഢാലോചന നടത്തിയത് 8ാം പ്രതി നടൻ ദിലീപ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 1ാം പ്രതി പൾസർ സുനിക്ക് 1.5 കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത്. നിയമപോരാട്ടം വിജയം കാണുമെന്ന് അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനി. ഞങ്ങളെല്ലാ പ്രതികൾക്ക് ശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കാരണം അതിൻ്റെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം തെളിവുകൾ ഞങ്ങൾ പ്രോസിക്യൂഷൻ സൈഡിൽ നിന്ന് ഹാജരാക്കിയിട്ടുണ്ട്. 8ാം പ്രതി വന്നപ്പോഴാണല്ലോ ഈ കോൺസ്പിറസിയുടെ ഭാഗം വരികയും അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ കേസിന് ഇത്രയധികം നീണ്ടുപോകാനുള്ള ഒരു കാരണം ഉണ്ടായത്. പൾസർ സുനിക്ക് പുറമെ മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, VP വിജീഷ്, സലീം എന്ന വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ് കൃത്യത്തിൽ നേരിട്ടേർപ്പെട്ടവർ. എന്നാൽ പ്രതികൾക്കെതിരെ പ്രാഥമിക തെളിവ് പോലുമില്ലെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഒരു പങ്കുമില്ല പൾസർ സുനിക്ക്. പൾസർ സുനിയെ തെറ്റിദ്ധാരണയുടെ പേരിൽ അവനെ കുടുക്കിയതാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ല, ദിലീപിനെ പരിചയമില്ല എന്ന് പറയുന്നില്ല. കാരണം മുകേഷിൻ്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി ഒരുപാട് വർഷം. ഉറപ്പായിട്ടും മേൽക്കോടതിയെ സമീപിക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. 261 സാക്ഷികൾ, പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് 833 രേഖകൾ, ആകെ 1700 രേഖകളും 142 തൊണ്ടിമുതലുകളും. സാഹചര്യ തെളിവും ശാസ്ത്രീയ തെളിവുമാണ് പ്രോസിക്യൂഷന്റെ ആയുധം. വിചാരണ കോടതി മുതൽ രാഷ്ട്രപതി ഓഫീസ് വരെ എത്തിയ കേസിന്റെ വിധി എന്താകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇനിയുള്ള മണിക്കൂറുകൾ. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി വരാനിരിക്കെ അന്വേഷണ സംഘത്തിന്റെ നിർണായക കണ്ടെത്തലുകൾ പുറത്ത്. നടിയെ ആക്രമിക്കാൻ പൾസർ സുനി മുൻപും ശ്രമം നടത്തിയതിന് തെളിവുണ്ടെന്നാണ് കണ്ടെത്തൽ. പൾസർ സുനിക്ക് ദിലീപ് 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ നൽകിയെന്നും കേസ് അട്ടിമറിക്കാൻ ദിലീപ് ശ്രമം നടത്തിയെന്നും അന്വേഷണ സംഘം പറയുന്നു. കാവ്യയുമായുള്ള ബന്ധം തന്നെ ആദ്യം അറിയിച്ചത് അതിജീവിതയാണെന്ന് ദിലീപ് സംശയിച്ചിരുന്നതായി മഞ്ജു വാര്യർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ. ദിലീപിനെതിരെ പരമാവധി തെളിവുകളുണ്ടെന്നാണ് കണ്ടെത്തൽ. അന്വേഷണം അട്ടിമറിക്കാൻ ദിലീപ് വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചു. ദിലീപിനെ പൂട്ടണം എന്നായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര്. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. മഞ്ജു വാര്യരുടെയും ADGP B സന്ധ്യയുടെയും വ്യാജ പ്രൊഫൈലുകൾ ഉൾപ്പെടുത്തിയായിരുന്നു ഗ്രൂപ്പ്. 3 സിനിമാ ലൊക്കേഷനിലടക്കം 8 ഇടങ്ങളിൽ വെച്ച് ദിലീപും പൾസർ സുനിയും തമ്മിൽ ഗൂഢാലോചന നടത്തി. ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ തെളിവ് നിർണായകമാണ്. 1.5 കോടിയുടേതായിരുന്നു കൊട്ടേഷൻ. കേസായാൽ 3.5 കോടി തരാമെന്നും ദിലീപ് പറഞ്ഞെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കേസിന്റെ വിചാരണ അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിച്ചുവെന്ന് അന്വേഷണ സംഘം പറയുന്നു.
സാക്ഷികളെ സ്വാധീനിക്കാൻ ആസൂത്രിത നീക്കങ്ങൾ നടത്തി. സാക്ഷികളെ മൊഴിപെടുപ്പിക്കാൻ ശ്രമിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കാവ്യ മാധവനുമായുള്ള ബന്ധം തന്നെ ആദ്യം അറിയിച്ചത് അതിജീവിതയാണെന്ന് ദിലീപ് സംശയിച്ചിരുന്നതായി മഞ്ജു വാര്യർ നൽകിയ മൊഴിയും പ്രോസിക്യൂഷന്റെ പിടിവള്ളിയാണ്. എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ ഉറപ്പിക്കാനുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. തെളിവുകളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് പ്രതിഭാഗവും ആരോപിക്കുന്നു. നീതി ആർക്കൊപ്പമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. നേര് നയിച്ച 7 വർഷങ്ങൾ. നേര് നയിച്ച 7 വർഷങ്ങൾ. 7ാം പിറന്നാൾ ആഘോഷമാക്കി 24. പിറന്നാൾ ആഘോഷവേളയിൽ 24 ഇന്റർനാഷണൽ എന്ന പുതിയ ഇംഗ്ലീഷ് വാർത്താ ചാനലിന് തുടക്കമായി. ലോകത്തെവിടെയും പ്രതിസന്ധികളിൽപ്പെട്ട മലയാളികൾക്ക് സഹായഹസ്തമാകാൻ മില്യൺ മലയാളി കമ്മ്യൂണിറ്റി എന്ന പേരിൽ വാട്സാപ്പ് കൂട്ടായ്മയ്ക്കും ആരംഭമായി. പ്രേക്ഷകർക്ക് പ്രിവിലേജ് കാർഡും പിറന്നാൾ ഉപഹാരമായി 24 പ്രഖ്യാപിച്ചു. 24 തലയെടുപ്പോടെ ചങ്കൂറ്റത്തോടെ 8ാം വർഷത്തിലേക്ക്. 24 നേര് നയിച്ച 7 വർഷങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, വീട്ടിൽ നിന്ന് കൈയടിക്കുക. ഞങ്ങൾ വാർത്താ മുറിയിലിരുന്ന് കൈയടിക്കുക. വളരെ നമുക്ക് നിങ്ങൾ പകരുന്ന ശക്തി, നമ്മൾ ഒന്നിച്ചു പോകുന്ന ശക്തി, അപ്പൊ കൂട്ടായ്മയുടെ കരുത്താണ് 24 എന്ന് പറയുന്നത്. 7ാം വാർഷികം ആഘോഷമാക്കി 24. നേരിന്റെയും ധീരതയുടെയും മുഖമായി വരും വർഷങ്ങളിലും 24 പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചാനലായി തുടരുമെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. നമ്മൾ 7 കൊല്ലങ്ങൾ പൂർത്തിയാക്കുകയാണ്. നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയായിരുന്നു. പ്രിയപ്പെട്ട ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും നമ്മൾ ഒന്നിച്ചൊരു കുടുംബം പോലെ കഴിഞ്ഞുപോയ 7 കൊല്ലങ്ങളാണ് കടന്നുപോയത്. ഈ 7 കൊല്ലങ്ങൾ നമുക്ക് നൽകുന്ന ഊർജ്ജം ചില്ലറയല്ല. വരുന്ന കൊല്ലങ്ങളിലും നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യും. അത് പിറന്നാൾ ആഘോഷവേളയിൽ 24 ഇന്റർനാഷണൽ എന്ന പുതിയ ഇംഗ്ലീഷ് ചാനലിന് 24 തുടക്കമിട്ടു. ആദ്യം യൂട്യൂബ് ചാനലായി ആരംഭിക്കുന്ന 24 ഇന്റർനാഷണൽ പിന്നീട് പൂർണ്ണ ടെലിവിഷൻ ചാനലായി മാറും. 24 International, we are taking news beyond borders, spreading our wings from the shores of Kerala to the 35 million strong Indian diaspora spread across the world. You are the heartbeat of our journey. മില്യൺ മലയാളി കമ്മ്യൂണിറ്റി അഥവാ MMC എന്ന പേരിൽ ആഗോള മലയാളി കൂട്ടായ്മയ്ക്കും 7ാം വാർഷികാഘോഷവേളയിൽ 24 തുടക്കമിട്ടു. ലോകത്തെവിടെ മലയാളികൾ പ്രതിസന്ധി നേരിട്ടാലും സഹായത്തിനെത്തും വിധം AI സഹായത്തോടെയാണ് ഈ വാട്സാപ്പ് കൂട്ടായ്മ പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ ഈ 1 കൊല്ലം നീളുന്ന പരിപാടിയില്ല, അതല്ലെങ്കിൽ ഈ രാസലഹരിക്കാരെല്ലാവരും കേരളം വിട്ടുപോകുന്ന ആ ദിവസം വരെ നമ്മുടെ ഈ പരിപാടി തുടരും. അപ്പോൾ ഈ 1 ലക്ഷം കമ്മ്യൂണിറ്റി ക്ലബിലേക്ക് നമ്മൾ വരങ്ങേറി MMC മില്യൺ മലയാളി ക്ലബിലേക്ക്, മില്യൺ മലയാളി കമ്മ്യൂണിറ്റിയിലേക്ക് ചേക്കരുക. കൊച്ചിയിലെ ന്യൂസ് ഹെഡ് ക്വാർട്ടേഴ്സിലും വിവിധ ബ്യൂറോകളിലും 24 പിറന്നാൾ ആഘോഷം നടന്നു. 24ന്റെ മലബാർ റീജിയനിലെ പിറന്നാൾ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. വാർഷികോപഹാരമായി പ്രേക്ഷകർക്ക് 24 പ്രിവിലേജ് കാർഡും പ്രഖ്യാപിച്ചു. കേരളത്തിലുടനീളം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ കാർഡ് വഴി ലഭിക്കും. ന്യൂസ് ഡെസ്ക് 24. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയ്ക്ക് പങ്കെന്ന് ചൂണ്ടിക്കാട്ടി SITക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കത്ത്. ഇടപാട് നടന്നത് 500 കോടി രൂപയ്ക്കെന്നും നേരിട്ടറിവുള്ള വ്യക്തിയെ അന്വേഷണവുമായി സഹകരിപ്പിക്കാമെന്നും രമേശ് ചെന്നിത്തല കത്തിൽ പറയുന്നു. ബുധനാഴ്ച രമേശ് ചെന്നിത്തല മൊഴി നൽകും. 6ാം ദിനവും യാത്രക്കാരെ വലച്ച് ഇൻഡിഗോ വിമാന സർവീസുകളിലെ പ്രതിസന്ധി തുടരുകയാണ്. കേരളത്തിൽ നിന്നുൾപ്പെടെ 650 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. പ്രതിസന്ധി തുടരുമ്പോഴും 95% വിമാന സർവീസുകളും പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് ഇൻഡിഗോയുടെ വിശദീകരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ 2ാമത്തെ ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലെത്തി. ഈ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നതിന് മുൻപ് മൊഴിയെടുക്കാനാണ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉടൻ പിടികൂടേണ്ട എന്ന നിലപാടിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് കുറയുന്നു. 56,605 പേരാണ് ഇന്ന് 5 മണിവരെ ദർശനം നടത്തിയത്. ഇന്നലെ വൈകുന്നേരത്തോടെ 3/4 ലക്ഷത്തോളം പേർ ദർശനം പൂർത്തിയാക്കിയിരുന്നു.
കഴിഞ്ഞ ഞായറാഴ്ചയേക്കാൾ രാവിലെ തിരക്ക് വർദ്ധിച്ചിരുന്നുവെങ്കിലും ഉച്ചയോടെ ഭക്തരുടെ വരവ് കുറഞ്ഞു. ഫ്ളൈ ഓവറിൽ തിരക്ക് കുറഞ്ഞതോടെ 18ാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് നേരിട്ട് നിലയിലെത്തി ദർശനം നടത്താൻ സാധിക്കും. 2 ദിവസം ഏർപ്പെടുത്തിയ അധിക സുരക്ഷ പിൻവലിച്ചതോടെ നിയന്ത്രണങ്ങൾക്ക് ഇളവുണ്ട്. കൊച്ചി മുസരീസ് ബിനാലെക്കുള്ള പിന്തുണ ആവർത്തിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി 1 കോടി രൂപയുടെ ചെക്ക് കൈമാറി. MA യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടറും സിഒയുമായ ഫഹാസ് അഷ്റഫ് മട്ടാഞ്ചേരിയിലെ കൊച്ചി മുസരീസ് ബിനാലെ ഓഫീസിലെത്തി ചെക്ക് കൈമാറി. ബിനാലെ ചെയർപേഴ്സണും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണു ചെക്ക് സ്വീകരിച്ചു. ബിനാലെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാരി, CEO തോമസ് വർഗീസ്, ലുലു ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജ്, മാനേജർ വി പീതാംബരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മുസരീസ് ബിനാലെ 6ാം പതിപ്പ് ഈ മാസം 21-ന് ആരംഭിക്കും. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. മലപ്പുറത്തും കാസർഗോഡും തെരുവുനായ ആക്രമണം. കാസർഗോഡ് പെർളയിൽ 8 വയസ്സുകാരനെ നായ കടിച്ചു. മലപ്പുറം ആദവനാട് 4 വയസ്സുകാരി തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. അഡ്വക്കേറ്റ് ശ്യാമിലിയെ മർദ്ദിച്ച കേസിൽ അഡ്വക്കേറ്റ് ബേലിൻ ദാസിനെതിരെ കുറ്റപത്രം. ഗോവയിൽ നിശാ ക്ലബിലുണ്ടായ തീപിടുത്തത്തിൽ 25 പേർക്ക് ദാരുണാന്ത്യം. അപകടം അർപ്പോറയിലെ ബിർച്ച് നൈറ്റ് ക്ലബിൽ. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായെന്ന നിഗമനം. കൊല്ലം കുരീപ്പുഴയിൽ കായലിൽ 10 മീൻപിടുത്ത ബോട്ടുകൾ കത്തിനശിച്ചു. കോടികളുടെ നഷ്ടമുണ്ടായെന്ന് മത്സ്യത്തൊഴിലാളികൾ. സമഗ്രാന്വേഷണത്തിന് ഉത്തരവിട്ട് കൊല്ലം ജില്ലാ കലക്ടർ. പാലക്കാട് അട്ടപ്പാടിയിൽ കടുവാ സെൻസസിനിടെ കാട്ടാന ആക്രമണത്തിൽ മരിച്ച കാളിമുത്തുവിന്റെ കുടുംബത്തിന് 2 ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകും. മകന് ജോലി നൽകാനുള്ള നടപടി വേഗത്തിലാക്കുമെന്ന് വനം വകുപ്പ്. അമേരിക്കൻ ഗായിക കെയ്റ്റി പെറിയുമായുള്ള പ്രണയം പരസ്യമാക്കി കനേഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ചിത്രങ്ങൾ പുറത്തുവിട്ടത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ. സംഗീത സംവിധായകൻ പലാഷ് മുച്ചലുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി ഇന്ത്യൻ ക്രിക്കറ്റ് താരം സ്മൃതി മന്ധാന. ഇൻസ്റ്റഗ്രാമിലൂടെ സ്മൃതി തന്നെയാണ് പിന്മാറ്റം അറിയിച്ചത്. കഴിഞ്ഞ 23-നാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ധാനയും സംഗീത സംവിധായകൻ പലാഷ് മുച്ചലുമായുള്ള വിവാഹം നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ചടങ്ങിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് വിവാഹം നിർത്തിവെച്ചു. സ്മൃതിയുടെ അച്ഛനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാൽ വിവാഹം മാറ്റിവെച്ചു എന്നായിരുന്നു മീഡിയ മാനേജറുടെ വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.